അദ്ദേഹം രക്ഷകനായിട്ടാണ് വരാറുള്ളത്. ഗ്രാമീണരെ രക്ഷിക്കുന്ന ഒരു രക്ഷകൻ എന്ന റോളാണ്. ആ ഒരു റോളിൽ നിന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി ഉയർന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഈ കാരൂർ ഇൻസിഡൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ കാരണം അവിടെ നടന്നു നോക്കുക, 6 മണിക്കൂർ വൈകിയാണ് അദ്ദേഹം സംഭവ സ്ഥലത്ത് എത്തുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എത്ര പേര് അതിൽ പങ്കെടുക്കും, ആ റാലിയിൽ പങ്കെടുക്കും, അത്രയും പേർക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല. അതൊരു കാര്യം. അദ്ദേഹത്തിന് മാത്രമായിട്ട് അത് അന്വേഷിക്കാൻ കഴിയില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൂടി ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, നിലവിൽ ഈ VTK എന്ന് പറയുന്ന പാർട്ടി അത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. TVK സോറി. അപ്പോൾ ആ പാർട്ടിക്ക് ഈ റാലി നടക്കുന്ന സ്ഥലത്ത് എത്രമാത്രം അവരുടെ പാർട്ടി ഘടകങ്ങളുണ്ട്, ഈ ആളുകളെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അതൊരു പ്രശ്നമാണ്. കാരണം ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് വിജയ് മാത്രമാണ്. അതിന് അത്രമാത്രം പ്രവർത്തകരോ ഒന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ആരാധകരുണ്ട്. സിനിമാ താരമായ വിജയ്ക്ക് ആരാധകരുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയ നേതാവിൻ്റെ അനുയായി വൃന്ദമാക്കി അദ്ദേഹത്തിന് പരിവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന് കാരണം ഇത് വിജയെ കാണാൻ വരുന്ന ആൾക്കൂട്ടമാണ്. അതെങ്കിൽ അദ്ദേഹം ഇപ്പോഴൊരു സിനിമാ താരം മാത്രമാണ്. അതല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഐഡിയോളജിയോട് യോജിച്ചേക്കുന്ന അദ്ദേഹത്തിൻ്റെ വോട്ടർമാരാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരാണ്, അനുയായികളാണെങ്കിൽ അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു. അതിൻ്റെ കാരണം എത്ര പേര് അവിടെ വരണം, ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്ന് അവിടെ ആളുകൾ എത്തണം എന്നുള്ളതൊക്കെ ആ പാർട്ടി ഘടകത്തിന് കൊടുക്കാവുന്ന ഇൻഫർമേഷനാണ്, താഴേക്ക് കൊടുക്കാവുന്ന ഇൻഫർമേഷനാണ്. അതുണ്ടായിട്ടില്ല. അവിടെ വന്നത് വിജയിയെ കാണാനുള്ള ആൾക്കൂട്ടമാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത്. ഇനി ആ സംഭവം നടന്നു, വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവം നടന്നു. ആ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ രാഷ്ട്രീയ നേതാവായ വിജയാണെങ്കിൽ, അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് ആ സംഭവ സ്ഥലത്ത് നിന്നുകൊണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക, പോലീസിന് നിർദ്ദേശം കൊടുക്കുക, പോലീസിനോട് സഹകരിക്കുക, അവിടെ ഉണ്ടാവുക, ഫിസിക്കലി പ്രസൻ്റ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇറങ്ങിയാൽ ആ സ്റ്റാമ്പേഡ് നടന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ആൾ കൂടും. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ തൊടാൻ വേണ്ടി ആൾ കൂടും. അപ്പോൾ അതുണ്ടാക്കുന്ന കേസ് വേറെ ആയിരിക്കും. ആ പോലീസ് ഒരുപക്ഷെ അനുവദിക്കില്ല. ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലി, ഉദാഹരണത്തിന് സ്റ്റാലിൻ്റെ ഒരു റാലിയിലാണ് സംഭവിക്കുന്നത്. സ്റ്റാലിൻ എന്ത് ചെയ്യും? സ്റ്റാലിൻ അവിടെ മണ്ണിലേക്ക് ഇറങ്ങി നിന്ന് അവരോടൊപ്പം നിൽക്കും. ഇത് അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരേ സമയം ആകാശത്തിലെ നക്ഷത്രമായി തുടരുകയും ഭൂമിയിൽ മണ്ണിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരു നേതാവായി മാറുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നത്. അദ്ദേഹത്തിന് ഒരിക്കലും കരൂരിലേക്ക് വരാൻ കഴിയാത്തതിനെയും ചെന്നൈയിൽ നിന്നുകൊണ്ട് തന്നെ ട്വീറ്റിലൂടെയും അല്ലാതെയും നമുക്ക് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയോ ചെയ്യേണ്ടി വരുന്നതുകൊണ്ടാണ്. ഇതിൽ മറ്റൊരു പ്രശ്നം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഉന്നയിക്കുന്ന ഒരു കുഴപ്പം, ഇപ്പോൾ അവർ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതൊരു എഞ്ചിനീയർഡ് സ്റ്റാമ്പേഡ് ആയിരുന്നു എന്നാണ് അവരുടെ ആരോപണം. എന്ന് വെച്ചാൽ അവിടെ നിരന്തരമായി പവർ കട്ട് നടത്തി, പോലീസ് വേണ്ട വിധത്തിൽ ആ ക്രൗഡിനെ കൈകാര്യം ചെയ്തില്ല. അതായത് DMKക്ക് നേരെ ആരോപണത്തിൻ്റെ കുന്തമുനത്തിരിക്കുകയാണ് അവർ. പക്ഷെ അത് എത്രമാത്രം അവർക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല. വെള്ളിയാഴ്ചയോ മറ്റോ മധുര ബെഞ്ച് അത് പരിഗണിക്കുമെന്നാണ് കേൾക്കുന്നത്. അതെന്തും ആവട്ടെ, അതിൽ നിലവിൽ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് തന്നെ പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ CBI അന്വേഷണമാണെന്നൊക്കെയാണ് വിജയ് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞ പൊളിറ്റിക്സ് മനസ്സിലാവാത്തത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് CBI ക്ഷണിച്ചുകൊണ്ട് വരുന്ന ആരുടെ താല്പര്യമായിരിക്കും? ആ CBI അന്വേഷണം ആവശ്യപ്പെട്ട 2 പേരാണ്. ഒന്ന് വിജയുടെ പാർട്ടിയും മറ്റൊന്ന് BJP ആണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് CBI കൊണ്ടുവരിക, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് CBI സംസ്ഥാന സർക്കാരിന് തന്നെ നീങ്ങുക എന്നൊക്കെ വന്നാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അതിന് വിജയുടെ പാർട്ടിക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് മറ്റൊരു ക്വസ്റ്റ്യനാണ്. ഇനി ഇതെല്ലാം പോട്ടെ, ഒരു സിനിമാ താരം രാഷ്ട്രീയ നേതാവായി മാറുന്ന ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ വന്ന ചില പ്രശ്നങ്ങളാണെന്ന് തന്നെ കരുതുക. വേറൊരു കുഴപ്പം, ഈ താരങ്ങളെ കാണാൻ വേണ്ടി ആൾക്കൂട്ടം തിക്കി തിരക്കുന്ന ഒരു രീതി അത് നമ്മൾ ഇന്ത്യയിലാണ് കാണുന്നത്. താരങ്ങളെ മാത്രമല്ല, സെലിബ്രിറ്റീസ്, ആൾദൈവങ്ങൾ, ആത്മീയ പുരുഷന്മാർ, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൾക്കൂട്ടം ഉണ്ടാകുന്നത്. നമ്മൾ ഉത്തരേന്ത്യയെ പറ്റി എപ്പോഴും പറയും ഇങ്ങനെ സ്റ്റാമ്പേഡ്, പ്രത്യേകിച്ചും ഈ റിലീജിയസ് ഫംഗ്ഷൻസിനിടെ കഴിഞ്ഞ കുംഭമേളയുടെ ഇടയ്ക്ക് ഉണ്ടായ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്, ഒന്ന്, നമുക്ക് ആ ക്രൗഡിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ സംവിധാനങ്ങളില്ല ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിച്ചുണ്ടാകുമ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് ഇത്തരം സംഭവങ്ങൾ സാധാരണയായി ഉണ്ടാകുന്നത്. അപ്പോഴും സൗത്ത് ഇന്ത്യ പറയുന്നത് എന്താണ്? നമ്മൾ കുറേ കൂടി ആർത്ഥത്തിൽ സിവിക് സെൻസ് ഉള്ള ആളുകളാണ്, അങ്ങനെ ക്രൗഡൊന്നും കൂടിയിട്ട് പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷെ അത് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് മുമ്പ് നമ്മൾ പുഷ്പ 2ൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെതിരെ കേസ് ഓർമ്മയുണ്ടാവും. ഇവിടെ പക്ഷേ DMK സർക്കാർ ഒരിക്കലും വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല. വിജയുടെ പാർട്ടിക്കെതിരെ, പാർട്ടിയുടെ ഓർഗനൈസേഷനെതിരെ കേസെടുത്തെങ്കിലും വിജയ്ക്കെതിരെ കേസെടുത്തിട്ടില്ല. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ അത് ബാക്ക് ഫെയർ ചെയ്യുമെന്ന് DMKക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഇരയുടെ പരിവേഷം കിട്ടുകയും അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ വളരെ സട്ടിലായിട്ടുള്ള ചില രാഷ്ട്രീയമായ കളികൾ കൂടി ഇതിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഒന്ന്, നമുക്കറിയാം DMKക്ക് ശക്തമായൊരു പ്രതിപക്ഷം തമിഴ്നാട്ടിലില്ല.
നിലവിലുള്ള പ്രതിപക്ഷമായ AIDMK അവരിപ്പോൾ BJPയുമായി കൂട്ടുചേരുന്നില്ല, ചേരുന്നു, വിട്ടുന്ന് ഓണും ഓഫായിട്ടാണ് അവരുടെ ബന്ധം നിൽക്കുന്നത്. മറ്റൊന്ന്, അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷമില്ലാതെ DMKയുടെ ഒരു തേരോട്ടം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഉണ്ടാവുകയാണ്. പക്ഷേ DMK ഒരു ശക്തമായ പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിപക്ഷമായി മാറാൻ വിജയ്ക്ക് കഴിയുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഐഡിയോളജി വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഒരേ സമയം DMKയും BJPയും, കേന്ദ്രത്തിലെ BJPയും സംസ്ഥാനത്തെ DMKയും ഞങ്ങൾ ഒരുമിച്ച് എതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അവർക്കൊരു ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇനിയും വന്നിട്ടില്ല. അവർ പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയമാണോ, ഇനി അതല്ല മറ്റെന്തെങ്കിലും ആണോ, ഒരു ആം ആദ്മി മോഡൽ രാഷ്ട്രീയ മുന്നേറ്റമാണെന്നുള്ളൊരു ക്ലാരിറ്റി ഇനിയും ഉണ്ടായിട്ടില്ല. മറ്റൊരു കാര്യം, ഇത് ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന വിജയെ കാണാൻ തടിച്ചുകൂടുന്ന ആൾക്കൂട്ടം വോട്ടായി മാറുമോ, അത് രാഷ്ട്രീയ വോട്ടാവുമോ, അത് ഈ പറയുന്ന TVKയുടെ അണികളായി മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. കാരണം അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഒരു പിന്തുണ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ഇലക്ഷനിൽ അവർ പങ്കെടുത്തിട്ടില്ല. വരാൻ പോകുന്ന ഇലക്ഷനാണ് ഫസ്റ്റ് ടെസ്റ്റ് നടക്കുന്നത്. അവർ അധികാരത്തിൽ കയറുമോ എന്നുള്ള ക്വസ്റ്റ്യൻ. മറ്റൊന്ന്, പ്രധാനമായും AIDMK അതിജയിച്ചുകൊണ്ട് അവർ മുഖ്യ പ്രതിപക്ഷമാകുമോ, അവർക്ക് ശക്തമായ പ്രതിപക്ഷ പാർട്ടിയാകാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യനും ഇപ്പോഴും പറയാനായിട്ടില്ല. ഇനി ഇതിനെല്ലാം അപ്പുറം നമ്മളൊരു ഇന്ത്യൻ ദൗർഭാഗ്യമാണിത്, ഈ സ്റ്റാമ്പേഡുകൾ എന്ന് പറയുന്നത്. ഒന്ന്, ഈ സെലിബ്രിറ്റികളുടെ മുന്നിൽ എന്താണ് ഇങ്ങനെ തടിച്ചു കൂടുന്ന ആൾക്കൂട്ടം. ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ തമിഴ്നാടിനെ പറ്റി പറയും, കേരളത്തിൽ എന്താണ് അവസ്ഥ? കൊച്ചിയിൽ സണ്ണി ലിയോൺ വന്നപ്പോൾ ആ റോഡിൽ കണ്ട ഒരു ആൾക്കൂട്ടം നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയാണ്? അത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന ആ സെലിബ്രിറ്റി, ഒരാൾ സെലിബ്രിറ്റി ആവുന്നു, ശരി, നമുക്ക് അവരോട് ആരാധനയുണ്ട്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഉണ്ട്, ബഹുമാനമുണ്ട്, ഇതൊക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് അത്തരം വലിയൊരു ക്രൗഡിൽ പോയി നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ നമ്മുടെ ജീവൻ ത്യജിച്ച് സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട ഒരാളാണോ അവർ? എന്നാൽ വളരെ ലോജിക്കലായിട്ടുള്ളൊരു ചിന്ത ഈ ആൾക്കൂട്ടത്തിനുണ്ടാവുന്നതും നല്ലതാണ്.